നമസ്കാരം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി മുക്കാൽ നൂറ്റാണ്ട് കഴിയുന്നു. രാജ്യം എല്ലാ മേഖലകളിലും ഇന്നും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയും പ്രതിരോധ ശക്തിയുമായൊക്കെ തന്നെ ഇന്ത്യ മാറുമ്പോഴും അത് പാശ്ചാത്യ ലോകത്തിന് അതങ്ങോട്ട് ദഹിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് സ്വാഭാവികമായൊരു സംശയം വരുന്നുണ്ട്. ഇന്ന് സായിപ്പിൻ്റെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന വലിയ വികസനമൊന്നും ഇല്ലാത്ത ഒരു ദരിദ്രമായ വളരെ പരിമിത സൗകര്യത്തിൽ ജീവിക്കുന്ന അതല്ലെങ്കിൽ മോശമായ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ എന്നുള്ളൊരു തെറ്റിദ്ധാരണ സായിപ്പിന് ഇപ്പോഴുമുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതം പലപ്പോഴും ഉണ്ടാകാറുള്ള വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കുമൊക്കെ പോകുന്ന ഇന്ത്യക്കാർ അവിടെ നേരിടേണ്ടി വരുന്ന വിവേചനങ്ങളാണ്. ഏറ്റവും ഒടുവിലായി അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ ഗവേഷണത്തിനായി പോയ ഒരു ഇന്ത്യക്കാരനും ഭാര്യയ്ക്കുമുണ്ടായ തിക്താനുഭവമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചയായി മാറുന്നത്. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഇക്കാര്യം ഇപ്പോൾ വളരെ ഗൗരവതരമായി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അമേരിക്കയിലെ കൊളറാഡോയിലെ ബോൾഡർ സർവകലാശാലയിൽ നരവംശ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയിരുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമാണ് ഈ മോശമായ പെരുമാറ്റം അവിടെ നേരിടേണ്ടി വന്നത്. ആദിത്യ പ്രകാശ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഊർമി ഭട്ടാചാര്യ, ഈ ദമ്പതികൾക്കാണ് അമേരിക്കയിലെ സർവകലാശാലയിൽ നിന്ന് അപമാനം നേരിടേണ്ടി വന്നത്. ഒരു ഉച്ചഭക്ഷണ സമയത്ത് താൻ വീട്ടിൽ നിന്നുണ്ടായിക്കൊണ്ടുവന്ന ഭക്ഷണം സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ അടുക്കളയിലെ ഓവനിൽ ചൂടാക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ എത്തിയ ഒരു സ്റ്റാഫ് അംഗം ഈ ഭക്ഷണത്തിന് വല്ലാത്ത മോശമായ ഗന്ധമാണ്, രൂക്ഷമായ ഗന്ധമാണ് എന്നും ഇത് ഈ അടുക്കളയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുള്ള ആരും നിങ്ങൾക്ക് അറിയുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശിനോട് വഴക്കിടാൻ വരികയായിരുന്നു. പ്രകാശ് പറഞ്ഞത് തനിക്ക് ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ടും ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഉള്ളതായി അറിയില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഇതിൻ്റെ പേരിലുണ്ടായ ഈ ഒരു വാക്കേറ്റം പിന്നീട് വലിയ തോതിൽ സർവകലാശാലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അവിടെ ഇന്ത്യക്കാരായ നിരവധി വിദ്യാർത്ഥികളും ഗവേഷകരും അധ്യാപകരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവരെ പലതവണ പ്രകാശും ഭാര്യയൊക്കെ തന്നെ അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഈ സായിപ്പിൻ്റെ നിലപാടിനോട് അവർ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സർവകലാശാല അധികൃതരാകട്ടെ അവിടെയുള്ള വലിയ തോതിലുള്ള അമേരിക്കൻ ജീവനക്കാരുടെ വാക്ക് കേട്ടുകൊണ്ട് ഇവർ ഭാര്യയും ഭർത്താവും കലാപത്തിന് കോപ്പ് കൂട്ടുകയാണെന്നുള്ള രീതിയിലേക്ക് പ്രചരണം നടത്തുകയും പെട്ടെന്ന് ഒരു ദിവസം ഇവരെ രണ്ടുപേരെയും അവരുടെ അധ്യാപകരുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഏതായാലും അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയായിരുന്നു. PhD കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവർ ഈ കടുങ്കൈ ചെയ്തത്. തുടർന്ന് അവർ രണ്ടുപേരും ഇന്ത്യയിലേക്ക് പോവുകയായിരുന്നു. കാരണം അവിടെ നിന്ന് നിൽക്കാൻ കഴിയില്ല, ജോലിയില്ലാത്ത അവസ്ഥയിൽ അമേരിക്കയിൽ തുടരാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇന്ത്യയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇവർ ഇന്ത്യയിലേക്ക് പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള ചർച്ച നടക്കുകയും പ്രകാശ് സർവകലാശാലയ്ക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. കാരണം ഇത് തന്നെ അപമാനിച്ചതാണ് എന്നും ഇത് വംശീയമായ വിവേചനമാണ് ഇവിടെ നടന്നത് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ഏതായാലും ഇക്കാര്യത്തിൽ സർവകലാശാലയും പ്രതിസന്ധിയിലാവുകയായിരുന്നു. കാരണം ഇത് അവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവിടെ ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥകളൊന്നും തന്നെ നേരത്തെ ഇല്ലായിരുന്നു. പ്രകാശ് ചോദിക്കുന്നത് താൻ ഒരിക്കൽ ബീഫ് ചില്ലി കൊണ്ടുവന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നമില്ല. പക്ഷേ സർവകലാശാല അധികൃതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, നിങ്ങൾ സാൻഡ്വിച്ചുകൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ, കറി എന്നുള്ള സാധനമേ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കരുതാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ കറികൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കറി കൊണ്ടുവരാൻ പാടില്ല, സാൻഡ്വിച്ച് കൂട്ടി വേണമെങ്കിൽ സാൻഡ്വിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റുന്നത് എന്നായിരുന്നു. ഏതായാലും കോടതിയെ സമീപിക്കുകയും പ്രകാശ് ഇക്കാര്യത്തിൽ നിയമ പോരാട്ടം നടത്തുകയും ചെയ്തപ്പോൾ സർവകലാശാല മെല്ലെ അയയുകയായിരുന്നു. അവർ ചെയ്തത് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ധാർമ്മികമായ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞുവെങ്കിലും $2 ലക്ഷം ഇവർക്ക് നൽകുകയായിരുന്നു. എന്നാൽ പ്രകാശ് പറയുന്നത് ഇത് അമേരിക്കയിലെ മാത്രം അവസ്ഥയല്ല എന്നാണ്. താൻ നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിച്ചിരുന്ന സമയത്തുമൊക്കെ തന്നെ ഇന്ത്യൻ ഭക്ഷണത്തോട് സായിപ്പന്മാർ പലപ്പോഴും പുച്ഛം കാട്ടുകയും ഇന്ത്യൻ വിഭവങ്ങളെക്കുറിച്ച് അവർ വളരെ മോശമായ അഭിപ്രായ പ്രകടനം നടത്തുകയും ഇന്ത്യൻ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഗന്ധം അവർക്ക് ഇഷ്ടപ്പെടാത്തതാണെന്ന്, വളരെ മോശമായ ഗന്ധമുള്ള ഭക്ഷണമാണ് ഇന്ത്യക്കാർ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് തന്നെ നിരന്തരം അപമാനിക്കുകയായിരുന്നു എന്നുമാണ് പ്രകാശ് പറയുന്നത്. മാത്രമല്ല അമേരിക്കയിലെ സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളന്ന് ഉണ്ടായ സമയത്ത് ചില ജീവനക്കാർ തന്നെ കായികമായി നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അവർക്ക് $2 ലക്ഷം നഷ്ടപരിഹാരം സർവകലാശാല കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കാരണം സർവകലാശാലയുടെ കൂടി അവരുടെ അന്തസ്സിനെ അവരുടെ നിലനിൽപ്പിനെയൊക്കെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ ഇതിന് തയ്യാറായത്. പൊതുവേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സായിപ്പന്മാർക്ക് ചിലർക്കെങ്കിലും അവരോട് ഒരു അനിഷ്ടം ഉണ്ടാകാറുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അവരെ വംശീയമായി അധിക്ഷേപിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഭക്ഷണ സാധനം വളരെ മോശമായ ഗന്ധമുള്ളതാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി ഇവരെ അപമാനിക്കാൻ ശ്രമിച്ചതും ഒടുവിൽ കോടതിയിലെ അധ്യാപകരുടെ പട്ടികയിൽ നിന്ന് പോലും അവരെ പുറത്താക്കിയതുമൊക്കെ തന്നെ സായിപ്പിൻ്റെ ഈ ഒരു വംശീയവെറിയുടെ മറ്റൊരു ലക്ഷണമായിട്ട് വേണം കണക്കാക്കേണ്ടത്.